ഒരിക്കലും ഉണങ്ങാത്ത ചോരപ്പാടുകളുടെ വലിയ ചുടുകാട്ടിലേക്കാണ് VS അവസാനമായി എത്തിയത്. അവിടെ കണ്ണു നിറഞ്ഞ് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് മനുഷ്യർ. പി കൃഷ്ണപിള്ളയും KR ഗൗരിയമ്മയും നിരവധി രക്തസാക്ഷികളും അന്തിയുറങ്ങുന്ന ആ മണ്ണ് കേരളത്തിന്റെ വിപ്ലവ നായകനെ ഏറ്റുവാങ്ങി. VSനെ അറിയുന്നവരും VS അറിയുന്നവരും രക്തസാക്ഷികളായ വലിയ ചുടുകാട്ടിൽ അവരുടെ സ്മരണ പുതുക്കാൻ വർഷം തോറും സഖാവ് എത്തുമായിരുന്നു. ഇന്ന് ആ മണ്ണിൽ VSന്റെ ചിതയെരിഞ്ഞപ്പോൾ വിതുമ്പിയല്ലാതെ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിഞ്ഞില്ല. വലിയ ചുടുകാട്ടിലേക്ക് VSനെ എത്തിക്കുമ്പോൾ പ്രകൃതി പോലും കരഞ്ഞിരുന്നു, കൂടെ മനുഷ്യരും. തോരാതെ പെയ്ത മഴ പോലും VSനെ യാത്രയാക്കാനെത്തിയ പ്രവർത്തകരെ തളർത്തിയില്ല. VSനെ യാത്രയാക്കാൻ നേതാക്കളെല്ലാം ചിതക്കരികിലുണ്ടായിരുന്നു. അതിനിടയിലും തൻ്റെ പ്രിയ സഖാവിനെ നോക്കി വിങ്ങിപ്പൊട്ടുന്ന വസുമതിയെയും അമ്മയ്ക്ക് കരുത്തായി കൂടെ നിൽക്കുന്ന ആശയെയും ലോകം കണ്ടു. പോരാട്ടഭൂമിയിൽ ഇനി നിത്യനിദ്രയിലേക്ക് VS കടക്കുമ്പോൾ സഖാവ് പകർന്നു നൽകിയ ആശയങ്ങളും ആദർശവും വരും തലമുറകൾ നെഞ്ചിലേറ്റു. ഉയർന്നു കേട്ട മുദ്രാവാക്യം പോലെ സഖാവ് VSന് മരണമില്ല. തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളയക്കഞ്ഞി കുടിക്കില്ല എന്നുള്ള മുദ്രാവാക്യം കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് മുമ്പിൽ വെച്ച ധീരനായ സഖാവായിരുന്നു VS അച്യുതാനന്ദൻ. ഇന്ന് കാലം മാറി. സഖാവ് VSന്റെ മുദ്രാവാക്യം ജനം ഏറ്റുവിളിച്ചു. അവർക്ക് അദ്ദേഹം കണ്ണും കരളുമായി. ഈ എരിയുന്നത് ഒരു വിപ്ലവ സൂര്യനാണ്. എന്നാൽ ആ സൂര്യൻ ഉയർത്തിയ സൗരോർജ്ജത്തിൽ കേരളത്തിന്റെ മുന്നിൽ കേരളത്തിലെ ഉരുതുന്ന അധ്വാന വർഗമുണ്ട് എന്നുള്ളതാണ് നമുക്ക് VS എന്ന സമരനായകൻ മൺമറഞ്ഞു പോകുമ്പോൾ മനസ്സിലാകുന്നത്. ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നുവെന്ന്. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.